ചേച്ചി, എനിക്ക് അത്ഭുതം തോന്നിയ കാര്യം എന്താണെന്നോ, ആ ഗുണ്ടകൾ എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങളെ അറ്റാക്ക് ചെയ്ത രാത്രി ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോയിട്ടില്ല. എന്നിട്ട് പോലും എന്റെ താലി ആ അമ്മയുടെ അടുത്തായിരുന്നു. അവിടുത്തെ അമ്മ എന്റെ താലി ആ അമ്മയുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുപോയി എന്റെ ഏട്ടന്റെ ജീവൻ തിരിച്ചു കൊടുത്തു. നീ വളരെ നല്ല മനസ്സുള്ള ഒരാളായതുകൊണ്ടാ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടും അവസാനം നിനക്ക് നല്ലത് സംഭവിക്കുന്നത്. ഏട്ടൻ കെട്ടിയ താലി ഇല്ലാതെ നിന്ന് അത്രയും നേരം എനിക്ക് സ്വയം നഷ്ടപ്പെട്ടതുപോലെ തോന്നിയതാ. ഇപ്പൊ മനസ്സമാധാനമുണ്ട്. താലി കിട്ടിയതുപോലെ നിന്റെ മാരേജ് സർട്ടിഫിക്കറ്റ് കൂടി കിട്ടിയിരുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ വലിയൊരു പ്രതീക്ഷ ലഭിച്ചേനെ. ശ്രീകരനെയും നിന്റെ കുടുംബത്തെയും രക്ഷിക്കാൻ വേണ്ടി വലിയ സഹായമായി മാറും അത്. എല്ലാ തടസ്സങ്ങളും ഇല്ലാതെ ആവണം. ഉള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു കിട്ടണം. നിങ്ങളുടെ ബന്ധം എന്താണെന്ന് എല്ലാവരും അറിയണം. നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ട് കഴിയണം. നിന്റെ ചേച്ചിയുടെ ഒരേ ഒരു പ്രാർത്ഥന അത് മാത്രം. ഇതുവരെ 3 തവണ ഈ താലി നിനക്ക് നഷ്ടപ്പെട്ടായിരുന്നു. ഇനി ഒരിക്കലും നിനക്ക് അങ്ങനെ ഒരു അവസ്ഥ വരരുത്. ശ്രദ്ധിക്കണം നീ. ശരി ചേച്ചി. അമ്പടി കളി. നീ ചില്ലറക്കാരി അല്ലല്ലോ. എന്തുപറ്റി? ഇന്നലെ വികാസിന്റെ കൂടെ കാറി വെച്ച് കണ്ടപ്പോ നീ എന്താ പറഞ്ഞത്? എന്റെ കല്യാണമേ കഴിഞ്ഞിട്ടില്ല, താലി അപ്പൊ എങ്ങനെ ഉണ്ടാവും അളിയാന്ന്. എന്നിട്ട് ഈ കാണുന്ന എന്താ? എന്റെ കല്യാണം കഴിഞ്ഞതല്ലേ അളിയാ? അത് നീ ഇന്നലെ എന്തുകൊണ്ട് പറഞ്ഞില്ല? കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നല്ലേ വികാസ് കരുതുന്നത്. പിന്നെന്തിനാ പറയുന്നേ? അപ്പോ നിനക്ക് നാണോ മാനമില്ലേ? അതിനെക്കുറിച്ച് പറയാൻ പറ്റിയ ആളാ നിങ്ങള്. സുജയ്, നീ ഇടയിൽ കയറല്ലേ. ഇന്ന് എനിക്ക് രണ്ടിലൊന്ന് അറിഞ്ഞേ പറ്റൂ. എന്തിനാടി ഈ നാടകങ്ങൾ മുഴുവൻ ആവനി? ഞാനെന്ത് നാടക കളിച്ചത്? നിന്റെ കഴുത്തിൽ താലി ഉണ്ടായിട്ടും ആ വികാസൻ എന്തിനാ നീ പറ്റിക്കുന്നേ? ശ്രീകരേട്ടനെ വഞ്ചിക്കാതിരിക്കാൻ വേണ്ടിയാ. എന്നിട്ട് ശ്രീകറിന്റെ അടുത്ത് വികാസിന്റെ ഭാര്യയാവാൻ പോകുന്നവളാന്ന് എന്തിനാ നീ പറയുന്നേ? വികാസ് അങ്ങനെ പറയുന്നത് കൊണ്ട്. താലി നിന്റെ കഴുത്തില്ലെന്ന് വികാസ് എന്തിനാ പറയുന്നേ? അപ്പൊ ഇല്ലായിരുന്നു, ഇപ്പൊ ഉണ്ട്. അയാള് കണ്ടപ്പോ ഇതില്ല, നിങ്ങൾ കണ്ടപ്പോ ഇതുണ്ട്. ഇവളിത് എന്തൊക്കെ ഈ പറയുന്നേ? ഇടയ്ക്ക് നീ താലി ഉണ്ടെന്ന് പറയും, ഇടയ്ക്ക് നീ താലി ഇല്ല എന്നും പറയും. ഒരാളുടെ കൂടെ കാറിക്കറങ്ങും, വേറൊരുത്തൻ്റെ കൂടെ ദേ വീട്ടിലോട്ടും വരും. വരുന്നവനുമായിട്ടുള്ള ബന്ധം എന്താ? കറങ്ങുന്നവനുമായിട്ടുള്ള ബന്ധം എന്താ? സുജാത, ഇതിന്റെയൊക്കെ അർത്ഥം എന്താ നിനക്കറിയാവോ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നിങ്ങളാ ഒരു കാര്യമില്ലാതെ വെറുതെ ടെൻഷൻ ആവുന്നത്. സീരിയസ് വില്ലൻ കോമഡി വില്ലൻ ആയതുപോലെ എന്റെ അവസ്ഥ അതുപോലെ ആവും തോന്നുക. എനിക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഒരു അവസരം പോലും ഇപ്പൊ നീ കാണിച്ചു തരുന്നല്ലോ ദൈവമേ. ഇതെന്താ ഇങ്ങനൊക്കെ ഇപ്പോ? പ്രതീക്ഷിച്ചതാവില്ല നടക്കുന്നതൊന്നും, പ്രതീക്ഷയില്ലാത്തവ തടുക്കില്ലേ ആരും, നടക്കുന്നതെല്ലാം നന്മയെന്ന് കരുതുന്നതല്ലേ ആണിൻ പണി. ശരി ചേച്ചി, ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ. ഇത്രയും നേരം എല്ലാ കാര്യങ്ങളും നിനക്ക് അനുകൂലമായിട്ടാ നടന്നേ. പക്ഷേ ശ്രീകറിന് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ എപ്പോ ഓർമ്മ വരുമെന്ന് അറിയാത്തതുകൊണ്ട് എപ്പോ എന്ത് പ്രശ്നം ഉണ്ടാവും പോകുന്നതെന്ന് അറിയില്ല. മോളെന്തായാലും ഒന്ന് ശ്രദ്ധിച്ച് നിൽക്കണേ. ശരി ചേച്ചി. ഹലോ മിസ്റ്റർ ശ്രീകർ. ഹലോ സർ. സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. അല്ല, ഇവിടെ അച്ഛനും അമ്മയില്ലേ? ഉണ്ടല്ലോ. നിങ്ങളോടൊരു ഇമ്പോർട്ടൻ്റ് കാര്യം സംസാരിക്കാൻ വേണ്ടി ഞാൻ 2-3 പ്രാവശ്യം കോൾ ചെയ്തിരുന്നു. നിങ്ങളത് അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വീട്ടിലേക്ക് വന്നത്.
ആരാ ഇയാള്? ഇയാളും ഞാനും തമ്മിൽ എന്താ ബന്ധം? ഇവിടെ വെച്ച് സംസാരിക്കണോ അല്ലെങ്കിൽ നമുക്ക് പുറത്തേക്ക് പോകണോ? എന്നോട് എന്ത് സംസാരിക്കാനാ? അതെന്താ സാർ അങ്ങനെ പറയുന്നത്? എനിക്ക് ലോയേഴ്സിനെ പരിചയമില്ലല്ലോ. ആരാ നിങ്ങള്? എന്തിനാ വന്നത്? നമ്മൾ പുറത്തിരുന്ന് സംസാരിക്കാൻ മാത്രം എന്ത് സീക്രട്ടാ? എന്താ സാർ ഇത് തമാശ കളിക്കാണോ? ഞാനെന്തിനാ തമാശ പറയുന്നേ? ദിസ് ഈസ് ടു മച്ച് സാർ. നിങ്ങൾ എൻ്റെ ഓഫീസിൽ വന്ന് റിക്വസ്റ്റ് ചെയ്ത് നിങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്യിച്ചിട്ട് ഇതിപ്പോ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? നിങ്ങൾക്ക് ആള് മാറിയിട്ട് ഈ അഡ്രസ്സിൽ വന്നതാണോ? ഒന്നുകൂടെ അഡ്രസ് ഒന്ന് ചെക്ക് ചെയ്യേ. എന്നെ നിങ്ങൾക്ക് ആവശ്യം വരുമല്ലോ, അപ്പൊ ഞാൻ ഇതിന് മറുപടി തന്നോളാം. ലോയർ സാറേ, നമസ്കാരം ലോയർ സാർ. നമസ്തേ സർ. ഇരിക്കൂ സർ. അത് കുഴപ്പമില്ല, ഞാൻ പിന്നീട് വന്നോളാം. ഞങ്ങളുടെ മകനോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടായിരുന്നോ? അല്ല, അതിപ്പോ എന്റെ മകന് ചിലപ്പോൾ നിങ്ങളെ മനസ്സിലായി കാണില്ല സാർ. അങ്ങനെയാണ് സാർ സംസാരിച്ചത്. എന്റെ ശ്രീകരനെ ഏതോ ഗുണ്ടകളൊക്കെ അറ്റാക്ക് ചെയ്ത് തലയ്ക്ക് പരിക്കേറ്റതുകൊണ്ട് മെമ്മറി ലോസ് സംഭവിച്ചിരിക്കുക. അതുകൊണ്ടാ നിങ്ങളെ കണ്ടിട്ട് മനസ്സിലാവാഞ്ഞത്. ഇരുന്നോളൂ. താങ്ക് യു സാർ. ആവനുടെ സുജാതയുടെയും പ്രോപ്പർട്ടി ഡീൽ ചെയ്ത ലോയർ സാറ് നമ്മുടെ വീട്ടിലേക്ക് വന്നത് എന്തിനാ? ശ്രീകരന്റെ കണ്ടീഷൻ ഒട്ടും ശരിയല്ല. ഞാൻ എന്ത് കാര്യമാണോ സംസാരിക്കാൻ വന്നത് ആ വിഷയം ഇവരോട് ഞാൻ അങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കും. നിങ്ങൾ എന്തെങ്കിലും ഞങ്ങളോട് പറയാൻ വന്നതാണെങ്കിൽ അത് പറയാൻ മടി കാണിക്കണ്ട. എന്താണെന്ന് വെച്ചാ ഞങ്ങളുടെ ശ്രീകർ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട സുജാതയും അവനെയും നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞു സാറേ. എങ്ങനെയാ അറിഞ്ഞതെന്നൊന്നും ആലോചിക്കണ്ട, ചുമ്മാ ഷോക്ക് അടിക്കണ്ട. ആ ഓപ്പറേഷനൊക്കെ നടത്തിയത് എന്റെ സിസ്റ്റർ ലാവണ്യ. അന്ന് അവള് നല്ല സ്പൈ വർക്ക് ചെയ്തിരുന്നു സാർ. ഞങ്ങളുടെ ചേച്ചി അന്ന് നിങ്ങളുടെ ഓഫീസിൽ നടന്ന കാര്യങ്ങളൊക്കെ വള്ളി പുള്ളി തെറ്റാതെ വിശദീകരിച്ചു. ഞങ്ങൾ വിശ്വസിക്കില്ലെന്ന് കരുതി വീഡിയോ പ്രൂഫ് വരെ ഞങ്ങൾക്ക് കൊണ്ട് കാണിച്ചു തന്നു. അതുകൊണ്ട് ഈ വീട്ടില് നല്ല പേരുണ്ടാക്കാൻ പറ്റി എനിക്ക്. ഞങ്ങളന്ന് ചേച്ചിക്കൊരു സമ്മാനം വരെ കൊടുത്തു. അവനുടെ കല്യാണം കഴിഞ്ഞ കാര്യം പാരന്റ്സിനോട് പറയരുതെന്നാണ് എന്നോട് പറഞ്ഞേക്കുന്നത്. ശ്രീകരൻ എന്നിട്ട് ആ കാര്യം വീട്ടുകാരോട് പറഞ്ഞു. അങ്ങനെയുള്ളപ്പോ ഞാൻ എന്തിനാണ് ഇത് രഹസ്യമായിട്ട് വെക്കുന്നത്? തുറന്നു പറയുന്നത് തന്നെയാ നല്ലത്. എന്നിട്ട് സാർ എന്തിനാ വന്നത്? ആ കേസിന്റെ ഹിയറിംഗ് ഉണ്ടോ സാർ? കേസ് ഇപ്പോൾ ആ സ്റ്റേജിലാണ് സാർ. നമുക്ക് പക്ഷേ ഇനി കുറച്ച് ഒപ്പുകൾ കൂടി വേണം. ഒപ്പുകളൊക്കെ ഇട്ടതാണല്ലോ. അവരുടെ രണ്ടുപേരുടെ ഒപ്പുകളല്ല, അവരുടെ ഭർത്താക്കന്മാരുടെ ഒപ്പുകൾ. ഭർത്താവിന്റെ ഒപ്പം എന്ന് വെച്ചാ സുജാതയുടെ ഭർത്താവിന്റെ ഒപ്പം ശരിയാക്കാം. അവനിയുടെ കാര്യത്തിലേക്ക് വരുമ്പോ അവനിയുടെ ഹസ്ബൻഡ് ഇപ്പൊ സിറ്റിയിലില്ലേ? ആവശ്യം വരുന്ന സമയത്ത് ശ്രീകർ അങ്ങോട്ട് കൊണ്ടുവരുന്നു പറഞ്ഞിരുന്നു. അവനിയുടെ കല്യാണം കഴിഞ്ഞ കാര്യം എന്തൊക്കെ സംഭവിച്ചാലും പറയരുതെന്ന് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ കാര്യം നിങ്ങളോട് പറഞ്ഞെന്ന് തോന്നുന്നു. അവനിയുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞു? അതെ മാഡം. നിങ്ങൾക്ക് എന്തോ തെറ്റുപറ്റിയതാ. ശ്രീകരേട്ടൻ അങ്ങനെയൊന്നും പറഞ്ഞു കാണില്ല. ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? എനിക്കതിലെന്താ നേട്ടം? ഈ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതിയാ ഞാൻ തുറന്നു പറഞ്ഞത്. അവനുടെ ഭർത്താവ് വന്ന് ഈ ഡോക്യുമെന്റ്സിലെല്ലാം ഒപ്പിട്ട് തരണം. നിങ്ങളൊന്ന് ആവനിയെ വിളിക്കാമോ? അവളെ ഇവിടെ ഇല്ലല്ലോ, പുറത്തേക്ക് പോയതാ. അവനിയുടെ കല്യാണം കഴിഞ്ഞെന്നോ? സാർ എന്തൊക്കെയാ പറയുന്നേ? അവനിയുടെ കല്യാണം ഞങ്ങൾ എല്ലാരും കൂടെ നടത്താൻ നിൽക്കുക. പരിചയമുള്ള ഒരാളുമായിട്ട് മുഹൂർത്തം വരെ കുറിച്ചിരിക്കുക. സർ, നിങ്ങൾക്ക് എന്തോ റോങ് ഇൻഫർമേഷൻ കിട്ടിയതാ. സർ, ഇതെല്ലാം നിങ്ങൾ തന്ന ഇൻഫർമേഷനാ. ഓർമ്മയില്ലാതെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തിരിച്ചു പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ കഴുത്തിലെ താലി കാണുമ്പോ ഏട്ടന് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നു കഴിഞ്ഞാ ഞാൻ ആരാണെന്ന സത്യം എത്രയും പെട്ടെന്ന് എല്ലാവരും അറിയും. അവനിയുടെ കല്യാണം കഴിഞ്ഞെന്നോ? ഇതിനു മുമ്പ് ഇക്കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ശ്രീകർ ഞങ്ങളോട് പറഞ്ഞതെന്താണെന്ന് വെച്ചാ
അവളുടെ അളിയൻ കാരണം അവൾക്കെന്തോ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അങ്ങനെ പറയേണ്ടി വന്നതാണെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ വീണ്ടും അതേ കാര്യം തന്നെ പറയുന്നു. നീ പറഞ്ഞിരുന്നു ശ്രീകർ, നന്നായിട്ടൊന്ന് ഓർത്തു നോക്ക്. ശ്രീകരേട്ടൻ ഇപ്പൊ എന്തോ ഓർക്കുമെന്ന് കരുതിയാ അമ്മ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. എന്താ നടക്കുന്നതെന്നും മനസ്സിലാകുന്നില്ല. ശരിക്കും എനിക്ക് ഈ വക്കീലിനെ ഒന്നും അറിയില്ല അമ്മേ. മോനെ, സാരമില്ല, മോനെ, മോനെ, മോനെ ഇരിക്ക്. കുഴപ്പമില്ല. ഇരിക്ക്. ഇരിക്ക് മോനെ. ശ്രീകരന് അബദ്ധത്തിൽ പോലും ഒന്നും ഓർമ്മ വരാൻ പാടില്ല. ശ്രീകർ സാറിന് മെമ്മറി ലോസ് ആയിരിക്കും, പക്ഷെ എന്നാ അവനെയും കൂടെ ഉണ്ടായിരുന്നല്ലോ. ഈ ലോയർ ഇപ്പൊ പറഞ്ഞതിലും കാര്യമൊന്നും ഇല്ലേ അമ്മേ? അതെ, ഇതൊരു ഗംഭീര ലോജിക്കാണ് സിസ്റ്റർ. കല്യാണം കഴിഞ്ഞെന്ന് ശ്രീകർ പറഞ്ഞപ്പോ ആവനി എങ്ങനെ സമ്മതിച്ചു? അതെ അതെ, ശരിക്കും കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ലോയർ സാറേന്ന് അപ്പോഴേ പറയില്ലായിരുന്നോ? അതാവനെയല്ല, നാഗവല്ലി. നമ്മുടെ മുന്നിൽ നല്ല കുട്ടിയായിട്ട് അഭിനയിച്ച് അറിയാതെ എന്തൊക്കെയോ മാനേജ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്നും മിണ്ടാതിരുന്നേ പ്ലീസ്. അവൻ ഇങ്ങോട്ട് വന്നാലേ സത്യങ്ങളൊക്കെ അറിയാൻ പറ്റൂ. എങ്കിൽ പിന്നെ ഞാൻ പിന്നീട് വരാം. ശരി സാർ. അവനെ അങ്ങനെ പറഞ്ഞു എന്തിനാ? അവള് വന്ന ഉടനെ ചോദിക്കണം. എന്തിനെങ്ങനെ ചെയ്തെന്ന് എനിക്കറിയണം. എല്ലാവരും ഒറ്റക്കെട്ടായി ചോദിച്ച കല്യാണം കഴിഞ്ഞ കാര്യം പുറത്തു പറയോ അവള്? എന്റെ ഗ്യാങ്ങിനും ആവനിയുടെ ശ്രീകരന്റെ കല്യാണം കഴിഞ്ഞ കാര്യം അറിയാനിട്ട് ഇത്രയ്ക്ക് തിളയ്ക്കുന്നത്. ശിവകൽപ്പനയില്ലാതെ ഒരു ഉറുമ്പ് പോലും കടിക്കില്ല എന്നാണ്. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ശിവാരാധന ചെയ്തോളൂ. പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാവും. ആയിക്കോട്ടെ സ്വാമി, എന്നാ ഞങ്ങൾ പൊക്കോട്ടെ. ശുഭം ഭൂയാത്. നമസ്കാരം സ്വാമി. ശുഭം ഭൂയാത്. അന്ന് കാണുമ്പോൾ മുഖത്ത് ദേഷ്യമായിരുന്നു, ഇന്ന് സന്തോഷമാണല്ലോ കാണുന്നത്. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിച്ചോ മോളെ? ലഭിച്ചു സ്വാമി. അന്ന് നിങ്ങൾ എനിക്ക് പരിഹാരം നിർദ്ദേശിച്ച ഉടനെ തന്നെ ഞാൻ പുറപ്പെട്ടു സ്വാമി. എന്റെ വിശ്വാസം സത്യമായി. എന്റെ ഭാഗ്യം എന്താണെന്ന് അറിയോ? അവിടുത്തെ അന്നപൂർണാദേവിയാ എന്റെ താലി ഭദ്രമായിട്ട് അവിടെ എടുത്തു വെച്ചിരുന്നത്. എല്ലാം നിങ്ങൾ പറഞ്ഞതുപോലെ സംഭവിച്ചു. ഇതെല്ലാം ദൈവാനുഗ്രഹമാണ്. പറയുന്നതിന്റെ എല്ലാം അർത്ഥം മനസ്സിലാക്കി അത് പാലിക്കുന്നവർക്ക് നല്ലത് മാത്രമേ സംഭവിക്കൂ, ദോഷം വരില്ല. താലി ഇല്ലാതിരുന്ന സമയത്ത് മനസ്സിനും ശരീരത്തിനും ജീവനില്ലായിരുന്നു എനിക്ക്. താലി എനിക്ക് തിരിച്ചു കിട്ടിയതിനു ശേഷം മനസ്സിലെ ഭാരം കുറഞ്ഞു. ശിഷ്യ, ഇത് മോളുടെ താലിയിൽ ചാർത്തിക്കോളൂ. അടുത്ത തവണ ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ വന്ന് കണ്ടോളാം സ്വാമി. ഈ വരുന്ന വ്യാഴാഴ്ച വന്നോളൂ. എന്താ സ്വാമി, ആ ദിവസം പ്രത്യേക പൂജ എന്തെങ്കിലും ഉണ്ടോ? അതെ മോളെ, അന്നിവിടെ കല്യാണം കഴിക്കാൻ പോകുന്നവർക്കും കല്യാണം കഴിഞ്ഞവർക്കും വേണ്ടി ഞാനൊരു പൂജ നടത്തുന്നുണ്ട്. നല്ലൊരു ദിവസമായിരിക്കും. പൂജയില് രക്ഷാചരടുകൾ ഉണ്ടാവും. ആ ചരടുകള് കാശിയിൽ നിന്നും കൊണ്ടുവന്നതാ. ഭാര്യമാര് തന്റെ ഭർത്താവിന്റെ കയ്യിൽ കെട്ടിയാൽ ഭർത്താവിന്റെ ആയുസ്സിന് ഗുണം ചെയ്യും. അതുപോലെ തന്നെ അവർക്കിടയിലുള്ള ബന്ധം സർവകാലവും സുഖസന്തോഷങ്ങളോടെ നിലനിൽക്കും. അതുകൊണ്ട് അന്ന് മോള് ഭർത്താവിനെയും കൂട്ടി വന്നോളൂ. ഉറപ്പായിട്ടും സ്വാമി. എന്നാ ഞാൻ പോയി വരട്ടെ.
അവിടെ എൻ്റെ ഒരു ശിഷ്യനുണ്ടാവും. നിങ്ങളുടെ പേരും ഫോൺ നമ്പറും അവിടെ കൊടുത്തിട്ട് പൊയ്ക്കോളുക. ശരി സ്വാമി. കുഞ്ഞളിയോ, എന്താ അളിയ? അവനിയുടെ കാര്യത്തിൽ അളിയ നന്നായിട്ട് ഡിസ്റ്റർബ് ആയല്ലോ. ആവില്ലേ പിന്നെ, പാവം. അല്ലെങ്കിൽ ഏട്ടന് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. ഈ സമയത്ത് ആവനയുടെ കല്യാണക്കാര്യം ഏട്ടന്റെ തലയിലല്ലേ ഉള്ളത്. ഏട്ടൻ എന്താ വേണ്ടേന്ന് ഒരു പിടിയുമില്ല. നിന്റെ ഈ അവസ്ഥ ശത്രുക്കൾക്ക് പോലും വരാൻ പാടില്ല അളിയ. നിന്റെ അവസ്ഥ കണ്ട് സഹതപിക്കല്ലാതെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശ്രീകറിനെ നമ്മൾ ഏതെങ്കിലും ഒരു വിധത്തില് സപ്പോർട്ട് ചെയ്യണം ഏട്ടാ. ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൈവിട്ട് കളയാൻ പറ്റുമോ? ആ ആവനി എന്റെ അനിയനെ മുൻനിർത്തി കളിക്കുന്ന കളിയാ ഇതൊക്കെ. അവളെ ഒരിക്കലും വെറുതെ വിടരുത്. നീയാണെങ്കി നിനക്കൊന്നും ഓർമ്മയില്ലെന്ന് ഇപ്പൊ പറയുന്നതൊക്കെ ഓക്കെ. പക്ഷേ ആവനിയുടെ കല്യാണം കഴിഞ്ഞെന്ന് അന്ന് എങ്ങനെയാ പറഞ്ഞത്? അതാ എനിക്കും മനസ്സിലാവാത്തത്. ഇനി അഥവാ ആവനിയുടെ കല്യാണം കഴിഞ്ഞ് കാണുമോ? കല്യാണം കഴിഞ്ഞെങ്കിൽ അവൾ എന്തിനാ പറയാതിരിക്കുന്നേ? ആവോ, എന്തിനാന്നൊക്കെ ആർക്കറിയാവുന്നേ? അവന് അങ്ങനെ കള്ളങ്ങളൊന്നും പറയുന്നൊരു കുട്ടിയല്ല. കാണുമ്പോ നല്ലവരാന്ന് തോന്നുന്നവരൊന്നും എപ്പോഴും നല്ലവരാണെന്നില്ല. നീയാ എന്നോട് ചോദിച്ചാ നീ പാവന്നേ ഞാൻ പറയൂ. എന്താ ഇവിടെ നടക്കുന്നേ? എല്ലാവരും ചുറ്റും ചേർന്നിരുന്ന ശ്രീകരേട്ടനെ ശല്യം ചെയ്യുന്ന എന്തിനാ? കല്യാണ ടോപ്പിക്ക് പറഞ്ഞതാ നിഹാരിക. ആ കാര്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും എന്തിനാ ചോദിക്കുന്നേ? എനിക്കൊരു സംശയം ചോദിക്കട്ടെ? ചോദിക്കേച്ചി. അവളുടെ കല്യാണക്കാരി സംസാരിക്കുമ്പോ നീ എന്തിനാ ടെൻഷൻ ആവുന്നത്? നേരത്തെയും നീ മനഃപൂർവ്വം ഈ വിഷയം മാറ്റി. ആവനിയുടെ കല്യാണക്കാര്യത്തെ കുറിച്ച് നിന്നോട് പറയുന്നതില് നിനക്ക് എന്തെങ്കിലും തരത്തിലുള്ള എതിർപ്പുണ്ടോ? എനിക്ക് എന്ത് എതിർപ്പുണ്ടാകാനാ? അതൊന്നുമില്ല. അവനെ ആരെങ്കിലും കല്യാണം കഴിച്ചെങ്കിൽ അത് പുറത്തുള്ള ആരെങ്കിലും ആയിരിക്കും, അല്ലാതെ എന്റെ ശ്രീകരേട്ടനെ ഒന്നും ആയിരിക്കില്ലല്ലോ. അങ്ങനെയുള്ളപ്പോ എനിക്കെന്ത് എതിർപ്പ്? ഞാൻ ശ്രീകരേട്ടന്റെ ആരോഗ്യത്തെ കുറിച്ച് മാത്രമാണ് ആലോചിക്കുന്നത്. അവനിയുടെ കല്യാണം കഴിഞ്ഞോ ഇല്ലയോ എന്ന് നമുക്കിപ്പോ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഉള്ളത് ഒരേ ഒരു മാർഗം. അതെന്താ അച്ഛാ? ഇതിനു മുമ്പ് ചില ശ്രമങ്ങൾ നടത്തി നമ്മൾ ഫെയിലിയർ ആയിട്ടുണ്ട്. അതേ ശ്രമം തന്നെ റിപ്പീറ്റ് ചെയ്യണം. എന്താ ചെയ്യണ്ടെന്ന് തുറന്നു പറ. അനാവശ്യ ബിൽഡപ്പ് ഒന്നും വേണ്ട. നമ്മുടെ സംശയങ്ങൾ തീരണമെങ്കിൽ ആവനിയുടെ കഴുത്തിൽ താലി ഉണ്ടോ ഇല്ലയോ എന്നറിയണം. ആവനിയുടെ കഴുത്തിൽ ഒരു താലി കിടപ്പുണ്ടെങ്കിൽ നമ്മളോട് അവള് കാണിച്ച് എത്ര വലിയ ചതിയാന്ന് തിരിച്ചറിയാൻ പറ്റില്ലേ? ഇവർക്ക് ഇത്ര നന്നായിട്ടൊക്കെ ആലോചിക്കാൻ പറ്റുമായിരുന്നു. എങ്ങനെയാ ഇപ്പൊ ഇവര് തടയാ? പൃഥ്വിരാജ് ചേട്ടൻ പറഞ്ഞ ഐഡിയ കൊള്ളാമല്ലേ ശ്രീകർ? ആവനിയുടെ കഴുത്തില് താലി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റിയ എല്ലാ ഡൗട്ട്സും ക്ലിയർ ആയിക്കോളും. താലി ഉണ്ടെന്ന് വെച്ചോ, കെട്ടിയതാരാ? അവനെ കുറിച്ച് എന്തുകൊണ്ട് ഇത്രയും കാലം പറഞ്ഞില്ല എന്ന് നമുക്ക് ചോദിക്കാം. അവള് കാണിച്ച വഞ്ചനയ്ക്ക് നമ്മുടെ അമ്മ എന്ത് ശിക്ഷ കൊടുക്കും നമുക്ക് നോക്കാം. ഇനി എന്താ ആലോചിക്കുന്നത് അളിയാ? നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്യാളിയ. എന്താന്ന് വെച്ചാ ലോയറിന്റെ ഓഫീസിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എന്നാ നിങ്ങൾ കരുതുന്നല്ലേ? ആ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോന്ന് അറിയാൻ വേണ്ടി അവന് വന്ന ഉടനെ ഞാൻ തന്നെ പോയി അവളുടെ കഴുത്തിൽ താലി ഉണ്ടോന്ന് നോക്കിയിട്ട് പറയാം. അത് കലക്കളിയാ. അളിയനൊന്ന് നിന്ന് തന്നാ മതി, ബാക്കി കാര്യങ്ങള് ഞങ്ങൾ നോക്കിക്കോളാം. എന്തു പറയുന്നു നിഹാരിക? ഓക്കെ ഓക്കെ, നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാം. ശരി, ആവനി വരാൻ സമയമായി. എല്ലാവർക്കും താഴേക്ക് പോവാം. വാ. അവനിയുടെ കഴുത്തിൽ താലിയില്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമായി. അവനിയുടെ കഴുത്തിൽ താലിയില്ലെന്നാ എന്റെ വിക്കി വന്ന് പറഞ്ഞത്. എല്ലാ വിധത്തിലും ശ്രമിച്ചു കഴിഞ്ഞിട്ടല്ലാതെ ഒരു കാര്യത്തെക്കുറിച്ചും അത്ര കൺഫേം ആയിട്ട് പറയില്ല. എന്നിട്ടവൻ
ആവനിയുടെ കഴുത്തിൽ താലിയില്ലെന്ന് എങ്ങനെ കൺഫേം ആയിട്ട് പറഞ്ഞു? ആവനിയുടെ താലി എവിടെയോ മിസ്സായിട്ടുണ്ട്. ഇപ്പൊ എന്റെ ഗ്യാങ് ആ താലിക്ക് വേണ്ടി എത്ര പോരാട്ടം നടത്തിയാലും കിട്ടില്ല. സോ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. ഞങ്ങളുടെ ഈ ബന്ധത്തില് ഇത്രയും പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഇനി ഒരിക്കലും എന്റെ ഈ താലി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നഷ്ടപ്പെടുത്തില്ല.